ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ ഓർമ്മപ്പെടുത്തുന്നത് ഇംഗ്ലണ്ടിലെ ഒരു പൈതൃക ഗ്രാമമാണ് സ്ട്രഫോർഡ് അവോൺ. സ്ട്രഫോർഡ് അവോൺ എന്ന് പറയുന്നത് മഹാനായ വില്യം ഷേക്സ്പിയർ ജനിച്ചു വളർന്ന സ്ഥലമാണ്. നമുക്കറിയാം, 40-ലധികം നാടകങ്ങളും അതിൽ കൂടുതൽ കവിതകളും ഒക്കെ രചിച്ചിട്ടുള്ള മഹാനായ ഒരു എഴുത്തുകാരനാണ് വില്യം ഷേക്സ്പിയർ. അദ്ദേഹം താമസിച്ചിരുന്ന വീടും അതുപോലെ തന്നെ അദ്ദേഹം പുതുതായിട്ട് വാങ്ങിച്ച വീടും മാത്രമല്ല അദ്ദേഹത്തെയും കുടുംബത്തെയും അടക്കിയ സിമിത്തേരി ഉള്ള പള്ളിയും ഒക്കെ നിറഞ്ഞതാണ് ഈ ഗ്രാമം. ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു ടൗൺഷിപ്പായിട്ട് സർക്കാർ അനുവദിച്ചിട്ടില്ല. കാരണം അതിലൊരു പഴമ നിലനിർത്താൻ വേണ്ടി അവിടെ യാതൊരു വിധത്തിലുള്ള ഹോട്ടലുകളോ അതുപോലെ തന്നെ മറ്റ് മാളുകളോ ഒന്നും അവിടെ പണിയാൻ ഗവൺമെൻറ് അനുവദിച്ചിരുന്നില്ല. ഈ ഷേക്സ്പിയറിൻ്റെ കുഴിമാടം അല്ലെങ്കിൽ കല്ലറയുമായി ബന്ധപ്പെട്ട് പല അത്ഭുതങ്ങളും നടന്നിട്ടുണ്ട്. അത് പറയപ്പെടുന്നത് 17-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ അദ്ദേഹത്തിൻ്റെ കല്ലറ വെട്ടിപ്പൊളിക്കുകയും അദ്ദേഹത്തിൻ്റെ തലയോട്ടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തിട്ടുള്ളതാ എന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. പുരാവസ്തു ഗവേഷകർ സ്കാൻ ചെയ്തപ്പോൾ തലയോട്ടി മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്. നോക്കണേ, ജീവിച്ച് മരിച്ചാലും സ്വര്യം കൊടുക്കില്ല എന്നുള്ള ആ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് അത് വളരെ നമുക്ക് കരയണോ ചിരിക്കണോ തോന്നുന്ന അവസ്ഥയാണ് ഷേക്സ്പിയറിനോട് കാണിച്ചിട്ടുള്ളത്. അദ്ദേഹം, ഞാൻ പറഞ്ഞു, എഴുതിയ നാടകങ്ങളെല്ലാം കൂടുതലും ദുരന്ത നാടകങ്ങളും ഹാസ്യ നാടകങ്ങളുമാണ്. ദുരന്ത നാടകങ്ങൾ നമുക്കറിയാം, പ്രധാനമായിട്ടും നായകൻ ഒത്തിരി കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ച് അവസാനം അദ്ദേഹത്തിൻ്റെ ദാരുണമായൊരു അന്ത്യമാണ് ചിത്രീകരിക്കുന്നത് മിക്ക ദുരന്ത നാടകങ്ങളിൽ. കോമഡി നാടകങ്ങളിൽ, ഹാസ്യപര്യവസാനി ആയിട്ടുള്ള നാടകങ്ങളിൽ രസകരമായിട്ടുള്ള അന്ത്യമാണ് അതിൽ കാണിക്കുന്നത്. അതിലൊരു പ്രധാന തമാശ രൂപേണ പറയുകയാണെങ്കിൽ ട്രാജഡി, അതായത് ദുരന്ത നാടകങ്ങളിൽ അവസാനം ഒരു നൈഫ്, കത്തി കാണുന്നു. ഹാസ്യ നാടകങ്ങളിൽ അവസാനം വൈഫ് കാണുന്നു എന്നൊരു ഒരു ഫലിതം ഇതുമായിട്ട് ബന്ധപ്പെട്ട്, നാടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ പൈതൃക ഗ്രാമം ലോകത്തോട് പറയുന്നത് ഒരാൾ മരിച്ചാലും അദ്ദേഹത്തിന് സ്വരം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് സ്ട്രാഫോർഡ് അവോൺ.